എൻ്റെ പേര് തോമസ്. ഈ സ്ഥാപനത്തിൻ്റെ പേര് തലക്കൊട്ടൂർ എഞ്ചിനീയറിംഗ് ആൻഡ് ഫാബ്രിക്കേഷൻ. കട്ട്ള ജനലാണ് മെയിനായിട്ട് ഇവിടെ ചെയ്തു കൊടുക്കുന്നത്. ഓർഡർ അനുസരിച്ച് ചെയ്തു കൊടുക്കുന്നത് നമ്മൾ. ഇപ്പോൾ 5 വർഷം കഴിഞ്ഞ് സ്ഥാപനം തുടങ്ങിയിട്ട് മെയിനായിട്ട് ജനല, കട്ട്ള, ഡോറുകൾ, പിന്നെ പുറത്ത് വർക്കുകളൊക്കെ എടുക്കുന്നത് ഡ്രസ് വർക്ക്, ഗ്രില്ല്, ഗേറ്റ്, ഫർണിച്ചർ വർക്കുകൾ, എല്ലാ വർക്കും ഇരുമ്പോട് ബന്ധപ്പെട്ടുള്ള എല്ലാ വർക്കുകളും. കട്ട്ള ജനലയുടെ മെറ്റീരിയലൊക്കെ ടാറ്റയുടെ ടാറ്റ ഗാലവാനയുടെ മെറ്റീരിയലാണ്. പിന്നെ ഇപ്പോൾ ജനലിൻ്റെ ഒക്കെ ക്രോസ് പൈപ്പ് വരെ അപ്പോളയുടെ പൈപ്പുകളാണ് ഇടുന്നത്. പിന്നെ എല്ലാം 16 ഗേജ് GSM 120 GSM ആണ് അതിൻ്റെ കോട്ടിങ്ങിൻ്റെ തിക്കൻസ് വരുന്നത്. പാർട്ടിക്കാരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഏത് മോഡലും ചെയ്തു കൊടുക്കും. അപ്പോൾ റേറ്റുകൾക്ക് വ്യത്യാസങ്ങൾ വരും. വർക്കിനനുസരിച്ച് വ്യത്യാസങ്ങൾ വരുന്നതനുസരിച്ച് റേറ്റുകൾക്ക് വ്യത്യാസമുണ്ട്. ഞാൻ ചെറുപ്പം തൊട്ട് ഫാബ്രിക്കേഷൻ ഫീൽഡിലാണ് വർക്ക് ചെയ്തിരുന്നത്. ഗൾഫിലുണ്ടായിരുന്നു 28 വർഷം. പിന്നെ നാട്ടിൽ സ്വന്തമായിട്ട് തുടങ്ങാനുള്ള ഒരു പ്ലാനിങ്ങിലാണ് ഇപ്പോൾ ഇത് തുടങ്ങിയിട്ടുള്ളത്. ഞങ്ങൾ ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഓർഡർ അനുസരിച്ചുണ്ടെങ്കിൽ മാത്രമേ വർക്ക് എടുത്ത് ചെയ്ത് കൊടുക്കണം. സ്റ്റോക്ക് വെക്കുന്ന പരിപാടിയില്ല. ഓർഡർ ഉള്ളത് എടുക്കുക, അതനുസരിച്ച് എടുക്കുക. ഞങ്ങൾ 3 വർക്കേഴ്സ് ഉണ്ട്, ഞാനും ഉണ്ട് കൂടെ. മെയിനായിട്ട് ഇപ്പോഴത്തെ നമ്മുടെ കാലാവസ്ഥയ്ക്ക് അനുസരിച്ചുള്ള മരത്തിന്റെ ആണെങ്കിൽ അത് ചുരുങ്ങിലും വികസിക്കലും മരത്തിന്റെ ഉണ്ടാവും. നമ്മൾ ഇരുമ്പനാണെങ്കിൽ അതില്ല. പിന്നെ ചതിര് പിടിക്കില്ല. പിന്നെ ഫിനിഷിങ് മരത്തിനേക്കാൾ ഫിനിഷിംഗ് ആണ്. പിന്നെ ഏത് മോഡലും ചെയ്യാൻ പറ്റും. മരത്തിന്റെ ഏത് മോഡലും നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് ഭയങ്കര കോമ്പറ്റീഷനാണ്. അത് നമ്മൾ ക്വാളിറ്റി, അതായത് പാർട്ടിക്കാരോട് പറയും നമ്മൾ ഇന്ന ക്വാളിറ്റിയിലാണ് ചെയ്യുക. അത് ആ ക്വാളിറ്റി വെച്ചിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അത് നമ്മൾ അങ്ങനെ കൂടുതലും നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ തന്നെയാണ് ഞാൻ എടുക്കണമല്ലോ. കാരണം പുറത്തേക്ക് പോകുമ്പോൾ ബുദ്ധിമുട്ടാണ്. തൃശ്ശൂർ ജില്ലയിൽ കൂടുതലും, നമ്മുടെ പരിസരത്തുള്ള എല്ലായിടത്തും ഉണ്ട്. അവര് അങ്ങനെ പറയുകയാണെങ്കിൽ ഞാൻ അവരുടെ പ്ലാനാണ് ആദ്യം ചോദിക്കുക. പ്ലാനിൽ ഡീറ്റെയിൽ കാര്യമായിട്ട് ഉണ്ടാവും. അപ്പോൾ പ്ലാൻ നോക്കിയിട്ടാണ് പിന്നെ നമ്മൾ അത് ചെയ്യണത്. ഇത്ര ജനലുകൾ, ഇത്ര കട്ടളകൾ വരുന്നുള്ളത്, ബെഡ്റൂമിന് ഇത്ര കട്ടള, അത് സൈസ് മാത്രം അവർ എഞ്ചിനീയേഴ്സ് പറയണം. ഹൈറ്റ്, വിടുത്ത് ഇത്രയാണെന്നുള്ളത്. വിടുത്ത് ഉണ്ടാവും, പക്ഷെ ഹൈറ്റ് ഉണ്ടാവില്ല. അപ്പോൾ അത് പാർട്ടിക്കാർ അവരും തമ്മിൽ സംസാരിച്ചിട്ട് അവർ പറയും നമ്മളോട് ഹൈറ്റ് ഇത്ര വേണം. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ പ്ലാനിൽ നോക്കിയിട്ട് എത്ര എണ്ണം വേണമെന്നുള്ളത് നമ്മൾ ചെയ്യുന്നു. പിന്നെ അറ്റാച്ച്ഡ് വിൻഡോയും ഡോറും കൂടിയിട്ടുള്ള വരുന്നുണ്ട്. കട്ട്ള ജനലും കൂടിയിട്ടുള്ളത് ഫ്രണ്ടിൽ, മെയിനായിട്ട് ഫ്രണ്ടിലാണ് അതൊക്കെ വരുന്നത്. പിന്നെ മൺചാരിയുള്ള കട്ട്ളകൾ വരുന്നുണ്ട്. അതിനൊക്കെ പ്രത്യേകം റേറ്റുകളാണെന്ന് മാത്രം. അത് ജനലിനും വരുന്നുണ്ട്. മൺചാരി വെച്ചിട്ടുള്ള ഡിസൈൻ ഉണ്ട്. അത് നമ്മുടെ ഇതിൽ കാണാൻ പറ്റും. ബാത്റൂമിൽ വരുന്നത് വെന്റിലേറ്റർ മാത്രമേ ബാത്റൂമിലേക്ക് വരുള്ളൂ. കാരണം ബാക്കിയൊക്കെ വെള്ളത്തിന്റെ പ്രോബ്ലം വരുന്നതുകൊണ്ട് വെന്റിലേറ്റർ മാത്രമേ നമ്മൾ സ്റ്റീലിൽ ചെയ്യണുള്ളൂ. നമ്മൾ എപ്പോക്സി പ്രൈമർ, ഒരു കോട്ട് എപ്പോക്സി പ്രൈമർ അടിച്ചു കൊടുക്കും. ഇല്ല, അത് നമ്മൾ വെക്കുമ്പോൾ പെയിന്റ് പോവാത്ത രീതിയിൽ നമ്മൾ എടുക്കലും വെക്കലൊക്കെ നമ്മൾ ചെയ്യണം. അതൊക്കെ നമ്മൾ സൂക്ഷിക്കേണ്ട കാര്യങ്ങളാണ്. അതൊക്കെ നമ്മൾ ചെയ്യണം. അങ്ങനെ പിന്നെ ഗ്രൗട്ട് സിമെന്റ് ഒക്കെ ആണെങ്കിൽ അന്നന്ന് ക്ലീൻ ചെയ്യുകയാണെങ്കിൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ ലേശം പെയിന്റ് പോയെങ്കിൽ അവിടെ രണ്ടാമത് പ്രൈമർ അടിക്കണം. എന്നിട്ട് പിന്നെ പെയിന്റ് അടിച്ചാൽ കുഴപ്പമില്ല. ഇത് നമ്മൾ ജനൽ വെക്കുമ്പോൾ കല്ല് കെട്ടി പോണതിനനുസരിച്ച് ഇതിൻ്റെ ഉള്ളിൽ സിമെന്റ്, കോൺക്രീറ്റാ സിമെന്റാ എന്താണെങ്കിലും നിറച്ചു കൊടുക്കുക. അപ്പോൾ അവർ നമുക്ക് പൊള്ളയാന്നുള്ള ഫീൽ മാറിക്കിട്ടും. തടിയുടെ എങ്ങനെ വെക്കണം അതേമാതിരി തന്നെ നമുക്ക് പിന്നീട് അത് ഫീൽ ചെയ്യാം. അതിപ്പോ പണി ചെയ്തു പോകുമ്പോൾ നിറച്ച് പോകണമെന്ന് മാത്രം. ഇപ്പൊ ഒരുപാട് വീടുകളൊക്കെ കട്ടിലും ജനലും ചതിൽ പിടിച്ചിട്ടും പൂതിൽ പിടിച്ചിട്ടും ദ്രവിച്ചു പോകുന്ന കാരണം കൊണ്ട് കണ്ടമാനം അങ്ങനത്തെ വർക്കുകൾ പോരുന്നുണ്ട്. പിന്നെ ചെയ്യുന്നത് ഡ്രസ് വർക്ക്, ഗ്രില്ല്, ഗേറ്റ്, പിന്നെ ഫർണിച്ചർ വർക്കുകൾ തന്നെ. നമ്മുടെ കട്ടില്, മേശ, അങ്ങനെയുള്ള ഡൈനിങ് ടേബിൾ, അങ്ങനെയുള്ള വർക്കുകളൊക്കെ ചെയ്യുന്നുണ്ട്. എല്ലാം ഇത് തന്നെ, സ്റ്റീൽ തന്നെ. അത് സ്ക്വയർ ഫീറ്റിന് ചെയ്ത് കൊടുക്കണം. ഞങ്ങൾ കസ്റ്റമേഴ്സ് ഡയറക്റ്റാണ്. ഇപ്പൊക്കെ സ്റ്റെയർ കേസുകളൊക്കെ പുതിയ മോഡൽ വർക്കുകളാണ് വരുന്നത്. ഒക്കെ സെൻട്രലിൽ ഒരു ഒറ്റ സെക്ഷൻ വെച്ചിട്ട് 6x6 സെക്ഷൻ വെച്ചിട്ട് സ്ക്വയർ പൈപ്പ് വെച്ചിട്ട് സ്റ്റെപ്പുകൾ ഇടുന്ന കൂടുതലും ഇപ്പൊ അങ്ങനത്തിന് വരുന്നുണ്ട്. അതൊക്കെ ചെയ്യുന്നുണ്ട്. സോഷ്യൽ രംഗത്ത് ഞങ്ങളുടെ വെൽഡിംഗ് അസോസിയേഷൻ ഉണ്ട്, അതിലാണ് മെയിനായിട്ടുള്ളത്. പിന്നെ GMCയുടെ ഇതിലുണ്ട്. മെയിനായിട്ട് ഈ രണ്ടിലും മാത്രമേ തന്നെ ഉള്ളൂ. വീട്ടില് വൈഫുണ്ട്, പിന്നെ 2 മക്കള്, ആൺമക്കള്. രണ്ടുപേരും ബിസിനസ്സിനോട് താല്പര്യമില്ല. കാരണം ആരും ഇവിടെ നിൽക്കാൻ താല്പര്യപ്പെടുന്നില്ല. എല്ലാവരും നാട് വിടാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അവർ അവരുടേതായിട്ടുള്ള ഫീൽഡൊക്കെ തെരഞ്ഞെടുത്ത് ഒരാള് നഴ്സിംഗിന് പഠിക്കുന്നു, പിന്നെ ഒരാള് ഇപ്പോൾ ഫോട്ടോഗ്രാഫിയാണ്. ആളും അതിൻ്റെതായിട്ടുള്ള വഴികൾ പോകുന്നു. ഇതിലോട്ട് വരാൻ ആർക്കും ഇപ്പോൾ താല്പര്യമില്ല. കസ്റ്റമേഴ്സിന് ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ സൈറ്റിലോട്ട് ഇത് എത്തിച്ചു കൊടുത്തതിന് ശേഷം വർക്കൊക്കെ കഴിയുമ്പോൾ പോയി ചോദിക്കാറുണ്ട് അവരോട് എങ്ങനെയുണ്ട്, നമ്മുടെ ആളുകളുടെ അഭിപ്രായങ്ങളൊക്കെ ചോദിക്കാറുണ്ട്. എല്ലാവരും നല്ല അഭിപ്രായമാണ് പറയുന്നത്. സംഘടനകളുടെ ലക്ഷ്യം നമ്മൾ നമ്മുടെ സൈറ്റുകളിൽ അല്ലെങ്കിൽ വർക്ക്ഷോപ്പിൽ എന്തെങ്കിലും ആളുകൾക്ക് എന്തെങ്കിലും അപകടങ്ങൾ ഉണ്ടാവുക, അല്ലെങ്കിൽ വർക്ക് ഇല്ലാത്ത സാഹചര്യങ്ങൾ വരിക, സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്നവരെ
നിരയിൽ എത്തിക്കണം എന്നുള്ളൊരു കാഴ്ചപ്പാടിലാണ് സംഘടന പോണത്. തലക്കൊട്ടൂർ എഞ്ചിനീയറിംഗ് ആൻഡ് ഫാബ്രിക്കേഷൻ ഷോപ്പിന്റെ പേര്. സ്ഥലം വേലൂര്, തൃശ്ശൂർ ജില്ലയിൽ വേലൂര് ചുങ്കം.